ബ്രിട്ടനിൽ നടക്കിയ ഗ്രൂമിംഗ് ഗ്യാങ് വീണ്ടും ചർച്ചകളിൽ ഇടം പിടിക്കുകയാണ്. ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഒക്കെ വാങ്ങുമ്പോൾ ചെറിയ തവണകളായി തിരിച്ചടയ്ക്കാനുള്ള EMI സ്കീമുകൾ മൈജി ഫ്യൂച്ചറിലുണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാം നെക്സ്റ്റ് ലെവൽ ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ. ബ്രിട്ടൻ സർക്കാരിന് ഇത് ഒരു തലവേദനയായി മാറുന്നു. ഗ്രൂമിംഗ് ഗ്യാങ് എന്നറിയപ്പെടുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള ചെറുകിട ബിസിനസ്സുകാരായ ധാരാളം മുസ്ലിം ഗ്രൂപ്പുകൾ ബ്രിട്ടനിലുണ്ട്. ഇവർ ഇപ്പോൾ ബ്രിട്ടനിലെ സർക്കാരിന്റെ പേടി സ്വപ്നമാണ്. ബ്രിട്ടനിലേക്ക് കുടിയേറി അവരവിടെ ഹോട്ടൽ, അതുപോലെ തന്നെ ബേക്കറി പോലുള്ള ചെറിയ ബിസിനസ്സുകൾ നടത്തുന്നവരാണ്. ഇവരാണ് ഗ്രൂമിംഗ് ഗ്യാങ്ങുകൾ എന്നറിയപ്പെടുന്നത്. ഇവർ എന്താണ് ചെയ്യുന്നത് എന്ന് പറയാം. ഒറ്റപ്പെട്ട ബ്രിട്ടീഷ് പെൺകുട്ടികളുമായി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക, അങ്ങനെ ഒരു ബന്ധം തുടങ്ങുക, വിലക്കുറവിൽ ഭക്ഷണം കൊടുക്കുന്ന പാകിസ്ഥാൻകാർ നടത്തുന്ന ഹോട്ടലുകളിലേക്ക് ഭക്ഷണം കഴിക്കാൻ UK-യിലുള്ള സാധാരണക്കാരായ അത്രയൊന്നും കാശ് കൈവശമില്ലാത്ത ഇംഗ്ലീഷ് യുവതികൾ വന്നാൽ ഹോട്ടൽ ഉടമകളും മറ്റും ഈ യുവതികളുമായി ചങ്ങാത്തം സ്ഥാപിക്കും. പിന്നീട് അവർക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അതെല്ലാം ഇവർ മുന്നിൽ നിന്ന് ചെയ്തു കൊടുക്കും. ഭക്ഷണം കൊടുക്കും, പണം കടം കൊടുക്കും, സമ്മാനങ്ങൾ നൽകും, മദ്യം നൽകും, വേണമെങ്കിൽ മയക്കുമരുന്നും നൽകും. അങ്ങനെ ഈ പെൺകുട്ടികളുമായി വിശ്വസ്തത സ്ഥാപിക്കും. പിന്നീട് ഇവർക്ക് ആശ്രിതർ പോലെ ആയി മാറ്റും. ഇതുകൊണ്ടാണ് ഇവരെ ഗ്രൂമിംഗ് ഗ്യാങ് എന്ന് വിളിക്കുന്നത്. പിന്നീട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മതപരിവർത്തനം തന്നെയാണ്. മതപരിവർത്തനം ചെയ്ത് ഇവർ അവരെ ഇസ്ലാമാക്കുന്നു. മതപരിവർത്തനം നടത്തിയാലും ഇല്ലെങ്കിലും പിന്നീട് ഈ പെൺകുട്ടികളെ പല രീതിയിലാണ് ഇവർ ചൂഷണം ചെയ്യുക. പീഡിപ്പിക്കും, അതിക്രൂരമായി ബലാത്സംഗം ചെയ്യും. ഇങ്ങനെ ഒരുപാട് കേസുകൾ ബ്രിട്ടനിലെ കോടതിയിൽ എത്തിയതോടെയാണ് ബ്രിട്ടീഷ് സർക്കാർ ഇക്കാര്യം ഗൗരവമായി എടുത്തിരിക്കുന്നത്. ഒന്നും രണ്ടുമല്ല, 2.5 ലക്ഷത്തോളം പെൺകുട്ടികൾ പാകിസ്ഥാനി വംശജരായ ഗ്രൂമിംഗ് ഗ്യാങ്ങിന്റെ ഇരകളായി എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് കഴിഞ്ഞ ആഴ്ച ബ്രിട്ടീഷ് പാർലമെന്റിൽ നടന്നത്. 2000 മുതൽക്കുള്ള 25 വർഷത്തെ കണക്കാണിത്. ബ്രിട്ടീഷ് പാർലമെന്റ് അംഗമായ റൂബർട്ട് ലോവാണ് ഗ്രൂമിംഗ് ഗ്യാങ് പീഡനങ്ങൾക്കിരയായവരുടെ മൊഴികൾ ബ്രിട്ടീഷ് പാർലമെന്റിൽ വായിച്ചത്. കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട സംഘങ്ങളിലെ ഭൂരിഭാഗം പേരും പാകിസ്ഥാൻ വംശജരാണ് എന്നും മതപരമായ മുൻവിധികളോടെയാണ് ഇവർ പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്നത് എന്നും അദ്ദേഹം ആരോപിക്കുകയുണ്ട്. ഈ വിഷയം വലിയ വിവാദമായി നിൽക്കെയാണ് ജർമ്മനിയിലും ഗ്രൂമിംഗ് ഗ്യാങ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ജർമ്മനിയിലെ പ്രമുഖ നഗരമായ ന്യൂറംബർഗ് റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് കൗമാരക്കാരായ പെൺകുട്ടികളെ പ്രണയക്കുരുക്കിൽപ്പെടുത്തി മാരക ലഹരി മരുന്നുകൾക്ക് അടിമയാക്കി ക്രൂരമായ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയ ഗ്രൂമിംഗ് ഗ്യാങ് സംഘത്തെയാണ് ജർമ്മൻ പോലീസ് പിടികൂടിയത്. കേസിൽ 2 പാകിസ്ഥാൻ സ്വദേശികളും 4 സിറിയൻ പൗരന്മാരും ഉൾപ്പെടെ 6 പ്രധാന പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തത്. UK-യിൽ മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതിന് അതേ രീതിയിൽ തന്നെയാണ് ഇവരുടെയും പ്രവർത്തനം. ഇതോടെ ഗ്രൂമിംഗ് ഗ്യാങ് വിവാദം വീണ്ടും കത്തിപ്പടരുകയാണ്. ന്യൂറംബർഗ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങളും മയക്കുമരുന്ന് മാഫിയയുടെ സാന്നിധ്യവും തടയുന്നതിനായി ഏതാനും ആഴ്ചകൾക്ക് മുൻപ് രൂപീകരിച്ച പ്രത്യേക പോലീസ് സ്ക്വാഡാണ് ഈ അന്താരാഷ്ട്ര ക്രിമിനൽ ശൃംഖലയെ വെളിച്ചത്ത് കൊണ്ടുവന്നത്. പ്രതികൾ ആദ്യം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയും യുവതികളെയും സമീപിച്ച് സ്നേഹപ്രകടനങ്ങളിലൂടെയും വില കൂടിയ സമ്മാനങ്ങൾ, കോസ്മെറ്റിക്സ് ഉൽപ്പന്നങ്ങൾ എന്നിവ നൽകിയും സൗഹൃദം സ്ഥാപിക്കും. പിന്നീട് ഇവരെ സാവധാനം ക്രിസ്റ്റൽ മെത്ത്, കൊക്കൈൻ തുടങ്ങിയ മാരകമായ രാസലഹരികൾക്ക് അടിമകളാക്കും. ലഹരിയില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിലെത്തുമ്പോൾ മയക്കുമരുന്ന് നൽകുന്നതിന് പകരമായി ഇവരെ ക്രൂരമായ ലൈംഗിക പീഡനങ്ങൾക്ക് ഇരയാക്കുകയും പണം സമ്പാദിക്കുന്നതിനായി നിർബന്ധിത വേശ്യാവൃത്തിയിലേക്ക് തള്ളിവിടുകയുമായിരുന്നു ഇവരുടെ രീതി. ഇത്തരത്തിൽ ഇരയാക്കപ്പെട്ടവരിൽ 13 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി വരെ ഉണ്ട് എന്നതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിലെ ഏറ്റവും ക്രൂരമായ ഒരു സംഗതി. എന്തായാലും ഗ്രൂമിംഗ് ഗ്യാങ് എന്ന് പറയുന്ന ഈ ഒരു വിഭാഗത്തിനെതിരെ ഇപ്പോൾ ബ്രിട്ടീഷ് സർക്കാർ വളരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുകയാണ്. പല രീതിയിൽ പാകിസ്ഥാനികളായ മുസ്ലിം കച്ചവടക്കാർ ബ്രിട്ടനിലുള്ള പെൺകുട്ടികളെ ഈ രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക തന്നെ വേണം. അങ്ങനെ ഒരു ദ്രോഹം രാജ്യത്തെ സ്ത്രീകളോടും രാജ്യത്തെ പെൺകുട്ടികളോടും പാകിസ്ഥാനിൽ നിന്ന് വന്ന ഈ മുസ്ലിം കച്ചവടക്കാർ ചെയ്യുകയാണെങ്കിൽ അതിന് ശക്തമായ നടപടികൾ സ്വീകരിക്കും. അവരെ പുറത്താക്കാൻ വേണ്ട നടപടികൾ തന്നെ സ്വീകരിച്ചേക്കും എന്ന് തന്നെയാണ് ബ്രിട്ടീഷ് ഭരണകൂടം ഇപ്പോൾ മുന്നോട്ട് പോകുന്ന ഓരോ നിലപാടുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.